ഇന്ന് മുതൽ നമ്മൾ തുടങ്ങുന്നത് യോഹന്നാൻ 4-ാം അധ്യായം. ഒരു പരിധി വരെ 3 അധ്യായങ്ങൾ നമ്മൾക്ക് കവർ ചെയ്യുവാൻ സാധിച്ചു. എന്നാൽ നമ്മൾ വീണ്ടും ആ ഭാഗമൊക്കെ എടുത്തു വായിക്കുന്നുണ്ട്. പിന്നെയും അതിൽ നിന്ന് മഹത്തായ സത്യങ്ങൾ നമ്മൾക്ക് വെളിപ്പെട്ടു വരും. അത് നിങ്ങളുടെ ചിന്തയിൽ നിങ്ങൾ ധ്യാനിക്കുക. ഈ 4-ാം അധ്യായത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ അധ്യായം ഒരു സ്ത്രീയുമായിട്ടുള്ള നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സംഭാഷണമാണ്. അതും യഹൂദന്മാർക്ക് നിഷിദ്ധമായ സ്ഥലത്തും വിഭാഗത്തിലും പെട്ട ഒരു സ്ത്രീയായിരുന്നു. നമ്മൾ ഈ സ്ത്രീയുടെ പേരിവിടെ പറഞ്ഞിട്ടില്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ബൈബിളും സ്ത്രീകളും എന്നുള്ള വിഷയം പഠിക്കുമ്പോൾ സഹോദരിമാർ പിണങ്ങരുത്. ഒരു വീഡിയോ ഒന്ന് ഓഫ് ചെയ്തിട്ട് എന്നോട് പിണങ്ങി പൊയ്ക്കളയരുത്. ബൈബിള് പഠിച്ചാൽ ഈ സ്ത്രീകളുടെ പേരുകൾ നിവൃത്തികെട്ട സന്ദർഭത്തിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഈ ശമര്യക്കാരിയുടെ ഈ ചരിത്രം വായിക്കുന്നുണ്ടെ സ്വാഭാവികമായിട്ട് ഏതൊരാൾക്കും തോന്നും ഈ സ്ത്രീയുടെ പേരൂടൊന്നും പറയേണ്ടതല്ലായിരുന്നു, അല്ലേ? ഇത്രയും ദീർഘമായിട്ടുള്ള ഒരു സംഭവമാണ് പറയുന്നത്. എന്നാൽ ആ സ്ത്രീയുടെ പേര് പറഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം, സ്ത്രീ എപ്പോഴും ശരീരവും പുരുഷൻ ശിരസുമാണ്. അതുകൊണ്ട് പുരുഷനിൽ മറഞ്ഞിരിക്കാനും പുരുഷന് കീഴ്പ്പെട്ടിരിക്കുവാനുമാണ് സ്ത്രീക്ക് ദൈവവചനം അനുവാദം നൽകിയിരിക്കുന്നത്. അത് ഇപ്പോഴത്തെ നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. ഞാൻ നമ്മുടെ ഈ കൂടിവരവിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് നല്ല ഓർമ്മയില്ല. സാധാരണ മിക്കവാറും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ സ്മൃതിപഥത്തിൽ കാണും. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. യഹൂദന്മാർ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അത് യഹൂദ ചരിത്രകാരനായ ഫ്ലാവിയസ് ജോസീഫസ്, എന്നോട് പറയാം, ഫ്ലാവിയസ് ജോസീഫസ് എന്നയാള് ദ ആന്റിക്വിറ്റീസ് ഓഫ് ദ ജൂസ് എന്ന പുസ്തകത്തിൽ, എൻ്റെ കയ്യിൽ ആ പുസ്തകമില്ല, ഞാൻ പുസ്തകം കണ്ടിട്ടുണ്ട്. ആന്റിക്വിറ്റീസ് ഓഫ് ദ ജൂസ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത്, യഹൂദന്മാർ അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്തോത്രം ചെയ്യുന്ന 3 കാര്യങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന 3 കാര്യങ്ങൾ. അതിലൊന്ന്, ദൈവമേ, നീ എന്നെ ഒരു അടിമയായിട്ട് സൃഷ്ടിക്കാതിരുന്നത് കൊണ്ട് അങ്ങേക്ക് സ്തോത്രം. രണ്ടാമത്, അവിടുന്ന് എന്നെ ഒരു വിജാതീയനായി സൃഷ്ടിക്കാതിരുന്നത് കൊണ്ട് സ്തോത്രം. ഇത് പുരുഷന്മാരുടെ പ്രാർത്ഥനയാണ്. മൂന്നാമത് അവർ പ്രാർത്ഥിക്കുന്ന വാചകം ഇതാണ്, അവിടുന്ന് എന്നെ ഒരു സ്ത്രീയായി നിർമ്മിക്കാതിരുന്നത് കൊണ്ട് സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഏകദേശം മനസ്സിലായി കാണുമല്ലോ. ഒരു വിജാതീയനോ ഒരു അടിമയ്ക്കോ നൽകുന്ന സ്ഥാനമാണ് ഒരു യഹൂദൻ ഒരു സ്ത്രീക്ക് നൽകിയിരുന്നത്. ബൈബിൾ ഒരിക്കലും സ്ത്രീകളെ വില കുറച്ച് കാണുന്നില്ല. അതങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. സ്ത്രീകളെ ബൈബിൾ ഒരിക്കലും വില കുറച്ച് കാണുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ത്രീകൾക്ക് ബൈബിൾ കൊടുത്തിരിക്കുന്ന സ്ഥാനം നമ്മൾ കൽപ്പിക്കുക, പുരുഷന് കൊടുത്തിരിക്കുന്ന സ്ഥാനം അതറിയുക. എന്തായാലും ഒരു കാര്യം, പലരും ഇപ്പം നമ്മുടെ മധ്യത്തിൽ തന്നെ, ക്രിസ്തീയ ലോകത്ത് തന്നെ സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടി വാദിക്കുന്നുണ്ട്. അത് ബൈബിൾ അടിസ്ഥാനത്തിൽ തെറ്റാണ്. പുരുഷന് തുല്യമായ സ്ഥാനം, ആ സമത്വം ബൈബിൾ സ്ത്രീക്ക് നൽകുന്നില്ല. സ്ത്രീക്ക് നൽകിയിരിക്കുന്ന സ്ഥാനത്ത് അവളെ മാനിക്കാനും അവളെ ആദരിക്കാനും നമ്മൾക്ക് കഴിയണം. ലോകത്തിൽ വന്ന മിക്ക മതനേതാക്കന്മാരും ഗുരുക്കന്മാരും ഒക്കെ സ്ത്രീകളെ അവർ പരിഗണിച്ചിരുന്നില്ല, സ്ത്രീകളെ അവഗണിച്ചിരുന്നു. എന്നാൽ ബൈബിൾ നമ്മൾ പരിശോധിച്ചാൽ
കർത്താവായ യേശു ക്രിസ്തു സ്ത്രീകളെ പരിഗണിച്ചിരുന്നു. ഞാൻ 2 ദൃഷ്ടാന്തങ്ങൾ ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം. അതിൽ ഒന്നാമത്തത് നമ്മളിപ്പോൾ പഠിക്കുന്ന ഈ 4-ാം അധ്യായത്തിലെ സ്ത്രീയാണ്. സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. ആ സ്ത്രീയെ ഒരു വിധത്തിലും സമൂഹം അംഗീകരിക്കാൻ തയ്യാറല്ല. പക്ഷെ അവളെ അംഗീകരിക്കാൻ യേശു ക്രിസ്തു തയ്യാറായി. രണ്ടാമത്, മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യങ്ങളിലാണ് വേറൊരു സ്ത്രീ. അതൊരു യഹൂദ സ്ത്രീ തന്നെയാണ്. പക്ഷേ അവൾ യഹൂദന്മാരുടെ നിയമം വെച്ച് അശുദ്ധയായ സ്ത്രീയാണ്. അവളുടെ പേരും പറഞ്ഞിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച ഒരു സ്ത്രീയാണ്. രക്തസ്രവം എന്ന ബ്ലീഡിംഗ് എന്ന രോഗമുണ്ടായിരുന്ന സ്ത്രീയാണ്. ആ സ്ത്രീക്ക് കർത്താവ് സൗഖ്യം നൽകി. നോക്കണം, അവൾക്ക് ആത്മീക കാര്യങ്ങളിലൊന്നും ഏർപ്പെടാൻ അനുവാദമുണ്ടായിരുന്നില്ല. അവളെ സമൂഹം, അവളുടെ മതം മുദ്രകുത്തിയത് അശുദ്ധ എന്നാണ് അവളെ മുദ്രകുത്തിയത്. എന്നാൽ യേശു ക്രിസ്തു അവളെ പരിഗണിച്ചു. ആദ്യം സ്ത്രീയെ സ്ത്രീയെ എന്ന് വിളിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇതൊരു വലിയ ഗോസ്പൽ മെസ്സേജാണ്. ആ ഭാഗം സുവിശേഷ സന്ദേശമാണ്. ആദ്യം സ്ത്രീയെ സ്ത്രീ എന്ന് വിളിച്ചാണ് ആ ഭാഗം സംബോധിച്ചാണ് പോകുന്നത്. എന്നാൽ ഒടുവിൽ വന്നപ്പോൾ യേശു കർത്താവ് അവളെ വിളിക്കുന്നത് മകളെ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ കേവലം സ്ത്രീ എന്ന പരിഗണനയിൽ ആദ്യം കണ്ട ആ സ്ത്രീയെ മകളായി കർത്താവ് അംഗീകരിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ പഠിക്കുന്ന ഈ സ്ത്രീയെ സംബന്ധിച്ചും നമ്മൾ മനസ്സിലാക്കുക. ഒരു കുടുംബത്തിലാണെങ്കിലും, ശ്രദ്ധിക്കണേ, ഒരു കുടുംബത്തിലാണെങ്കിലും, സഭയിലാണെങ്കിലും, സമൂഹത്തിലാണെങ്കിലും സ്ത്രീക്ക് പുരുഷന് തുല്യമായ സ്ഥാനം ബൈബിൾ നൽകുന്നില്ല എന്നാണ്. അതുകൊണ്ട് സ്ത്രീയെ അവഗണിക്കണം എന്നല്ല പറഞ്ഞത്, സ്ത്രീക്ക് നൽകിയിരിക്കുന്ന സ്ഥാനം ഗ്രഹിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഈ 4-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, പ്രത്യേകിച്ചും കർത്താവ് സംസാരിക്കുന്ന ഈ അധ്യായത്തിലെ പ്രധാനമായ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ, ആരാധനയാണ് ഈ അധ്യായത്തിലെ പ്രധാന വിഷയം. ആരാധന എന്നുള്ളതാണ് ഈ അധ്യായത്തിൽ പ്രധാനമായിട്ടും പറയുന്ന വിഷയം. അതിൽ പ്രത്യേകിച്ചും ഈ 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ, അത് ഞാനിപ്പം ഒരു പഠന സൗകര്യത്തിന് വേണ്ടി അങ്ങനെ പറഞ്ഞു എന്നുള്ളത്. അത് കഴിഞ്ഞിട്ടോ പറയുന്ന കാര്യങ്ങൾ അതിനോട് യോജിച്ചു വരുന്നത് തന്നെയാണ്. 45-ാം വാക്യം വരെ ശമരിയ സ്ത്രീയോട് ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. 46 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ വേറൊരു സംഭവമാണ്. അപ്പോൾ ഈ അധ്യായത്തിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ട്രൂ വർഷിപ്പ്, യഥാർത്ഥ ആരാധന എന്നുള്ള വിഷയമാണ് ഈ അധ്യായത്തിലെ പ്രധാനമായ വിഷയം. അത് 23-ാം വാക്യത്തിൽ സത്യനമസ്കാരികൾ, കണ്ടോ, സത്യനമസ്കാരികൾ. നമസ്കാരികൾ എന്ന് പറഞ്ഞാൽ ആരാധിക്കുന്നവർ എന്നാണ്. ട്രൂ വർഷിപ്പേഴ്സ്, സത്യമായി ദൈവത്തെ ആരാധിക്കുന്നവർ. തുടർന്ന് 24-ാം വാക്യത്തിൽ സത്യ ആരാധന. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ട്രൂ വർഷിപ്പ്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ
ഈ രണ്ട് വചനത്തിലുണ്ട്. ഒന്ന്, ട്രൂ വർഷിപ്പേഴ്സ്, യഥാർത്ഥ ആരാധകർ, യഥാർത്ഥ ആരാധനക്കാരാരാണ്. രണ്ട്, യഥാർത്ഥ ആരാധന എന്താണ്. ഈ രണ്ട് പ്രധാന വിഷയങ്ങളാണ് ഈ അധ്യായത്തിലെ പ്രതിപാദ്യം, ആദ്യ ഭാഗത്തെ പ്രതിപാദ്യം. നമ്മൾ കഴിഞ്ഞ 3-ാം അധ്യായത്തിൽ പഠിച്ച കാര്യം ഒന്ന് തിരിച്ചുപോയി ഒന്ന് ഓർമ്മിപ്പിച്ചിട്ട് ഇവിടേക്ക് വരാം. അവിടെ നമ്മൾ ചിന്തിച്ചതാണ് 3-ാം അധ്യായത്തിന്റെ ഉപക്രമത്തിൽ, മുഖവുരയിൽ നമ്മൾ ചിന്തിച്ചതാണ്. അവിടെ ഒരു പുരുഷനോടാണ് കർത്താവ് സംസാരിക്കുന്നത്. ഇവിടെ 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു സ്ത്രീയോടാണ്. 3-ാം അധ്യായത്തിൽ ഒരു ഭക്തനായ, യഹൂദന്മാരുടെ ഇടയിലെ ഭക്തനായ ഒരു മനുഷ്യനോടാണ് സംസാരിക്കുന്നത്. 4-ാം അധ്യായത്തിൽ കർത്താവ് സംസാരിക്കുന്നത് സമൂഹം വെറുത്ത ഏറ്റവും ദുർമാർഗിയായ ഒരു സ്ത്രീയോടാണ്. അസന്മാർഗിയായ ഒരു സ്ത്രീയോടാണ് കർത്താവ് സംസാരിക്കുന്നത്. ഇനി 3-ാം അധ്യായത്തിൽ കർത്താവ് സംഭാഷിക്കുന്നത് രാത്രിയിലാണ്. 4-ാം അധ്യായത്തിൽ കർത്താവ് ഈ സ്ത്രീയോട് സംസാരിക്കുന്നത് കൃത്യം ഇവിടെ പറയുന്നുണ്ട്, നട്ടുച്ച സമയത്താണ്. നട്ടുച്ച സമയത്താണ്. ഇനി 3-ാം അധ്യായത്തിലെ വിഷയം വീണ്ടും ജനനമാണ്, അല്ലേ? 3-ാം അധ്യായത്തിലെ വിഷയം വീണ്ടും ജനനമാണ്. 4-ാം അധ്യായത്തിലെ വിഷയം ആരാധനയാണ്. ഇത് തമ്മിലുള്ള യോജിപ്പും അത് തമ്മിലുള്ള കോൺട്രാസ്റ്റും വൈരുദ്ധ്യവും, ഈ രണ്ട് സംഭാഷണങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യവും നമ്മൾ ചിന്തിക്കാൻ ആവശ്യം. നമ്മൾ വീണ്ടും ജനിച്ചാൽ മാത്രം പോരാ. ശ്രദ്ധിക്കണേ, വീണ്ടും ജനിച്ചാൽ മാത്രം പോരാ. വീണ്ടും ജനിച്ചവർ സത്യ നമസ്കാരികളായിരിക്കണം. അവർ സത്യ ആരാധനയിൽ തുടരണം. പലരും രക്ഷിക്കപ്പെടും, എന്നാൽ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് അവർ തൃപ്തിപ്പെടും. ആരാധനയുടെ തലത്തിലേക്ക് അവർ വരാറില്ല. ഇനി ആരാധന എന്താണ് എന്ന് ഈ രക്ഷിക്കപ്പെട്ടവരിൽ നല്ലൊരു പങ്കിനും അറിഞ്ഞുകൂടാ. ഞാൻ ഇപ്പൊ തുടക്കത്തിൽ തന്നെ ഒരു വാചകം പറഞ്ഞ് നമ്മുടെ പഠനം തുടരാമെന്ന് വിചാരിക്കുക. കുറെ ബഹളമുണ്ടാക്കുക, കുറെ ശബ്ദമുണ്ടാക്കുക, ശരീരം വിയർക്കത്തക്ക വിധത്തിൽ കിടന്നെന്നുള്ള വാക്ക് മാറ്റുക, വിയർക്കത്തക്ക വിധത്തിൽ വലിയ കോലാഹലം ഉണ്ടാക്കുക, കൈയടിക്കുക, അട്ടഹസിക്കുക. അപ്പൊ ഈ ശരീരമൊക്കെ വിയർത്ത് തൊണ്ടയൊക്കെ അടച്ചു കഴിയുമ്പോൾ ഈ ആളിന് തോന്നുന്നത് ഞാൻ ദൈവത്തെ ആരാധിച്ചു എന്നുള്ള സംതൃപ്തിയാണ് വരുന്നത്. ഇതാണോ ആരാധന? ഇതാണോ സത്യ ആരാധന എന്ന് പറയുന്നത്? എന്താ ആരാധന? സത്യ ആരാധന എന്താ? സഹോദരങ്ങളെ, ദയവായിട്ട് നമ്മുടെ ഈ ക്ലാസ് ഈ 4-ാം അധ്യായത്തിലെ ക്ലാസ് തുടരുമ്പോൾ ദയവായിട്ട് എല്ലാവരും സംബന്ധിക്കണം. ഇവിടെ നമ്മള് സത്യ ആരാധനയെ സംബന്ധിച്ച് അത്ര വിശാലമായിട്ടല്ലെങ്കിലും അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങൾ തുടർന്ന് പഠിക്കാൻ പോവുകയാണ്. ഇനിയും ഈ 4-ാം അധ്യായത്തിന്റെ ഇൻട്രൊഡക്ഷനാണ് ഇപ്പൊ ഞാൻ പറയുന്നത്, മുഖവുരയാണ്. അതിൽ ആദ്യത്തെ 18 വാക്യങ്ങൾ 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങള് ശ്രദ്ധിച്ചാൽ അവിടെ ട്രൂ വർഷിപ്പിന് മുമ്പ് കർത്താവ് അഥവാ യഥാർത്ഥ അഥവാ സത്യ ആരാധന എന്ന വിഷയത്തിന് മുമ്പ് കർത്താവ് വേറൊരു യഥാർത്ഥ അഥവാ സത്യമായ മറ്റൊരു കാര്യം പറയുന്നു. ദ ട്രൂ വാട്ടർ, യഥാർത്ഥ ജലം, യഥാർത്ഥ വെള്ളം, മനുഷ്യന്റെ ദാഹത്തെ തീർക്കുന്ന യഥാർത്ഥ വെള്ളത്തെക്കുറിച്ചുള്ള പഠനമാണ്
1-ാം വാക്യം മുതൽ കുറഞ്ഞത് ചുരുങ്ങിയത് 18 വാക്യം വരെ നമ്മൾക്കത് തുടർന്ന് ചിന്തിക്കാവുന്നതാണ്. ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ചിന്തിക്കാതെ ഈ അധ്യായം എന്ന് പറഞ്ഞാൽ ഈ അധ്യായം തുറക്കണമല്ലോ, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു താക്കോലാണ്. ഈ സംഭവം ഈ യേശുക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതത്തിലെ ഈ സംഭവം ഒരു നിർണായക സംഭവമാണ്, ഒരു പ്രധാന സംഭവമാണ്, അല്ലേ? തീർച്ചയായിട്ടും ഇതൊരു പ്രധാന സംഭവമാണ്. ശമരിയയിൽ കർത്താവ് ചെന്ന് ഒരു സ്ത്രീയോട് സംസാരിക്കുന്ന ഭാഗമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ആദ്യത്തെ 3 സുവിശേഷകന്മാർ ഇത് പറഞ്ഞിട്ടില്ല. മത്തായിയും മർക്കോസും ലൂക്കോസും ഇത് പറഞ്ഞിട്ടില്ല. ഈ പ്രധാന സംഭവം ഈ 3 സുവിശേഷകന്മാരും വിട്ടുകളഞ്ഞു. യോഹന്നാൻ മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ. ഇനി ഈ ശമരിയ ചരിത്രം പഠിക്കാതെ ഈ കാര്യം, ഈ സ്ത്രീയുമായിട്ടുള്ള സംഭാഷണത്തിന്റെ പഠനം തുടർന്നാൽ നമ്മൾ എങ്ങും ചെല്ലുകയില്ല. ഈ ജാതി എങ്ങനെ ഉണ്ടായി? ശമരിയ അഥവാ ശമരിയരുടെ ചരിത്രം എങ്ങനെയാണ് ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളിത് മനസ്സിലാക്കണമെങ്കിൽ ശ്രദ്ധിക്കണേ. ഈ 4-ാം അധ്യായത്തിൽ പറയുന്ന ആ സംഭവത്തിന് തൊട്ട് 1000 വർഷത്തിലേക്ക് പുറകോട്ട് പോകണം നമ്മൾ. മനസ്സിലായോ? AD 30 കാലഘട്ടത്തിലാണല്ലോ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടമൊക്കെ നടക്കുന്നത്. അതിനും 1000 വർഷത്തേക്ക് പിന്നിലോട്ട് പോയെങ്കിൽ ഈ ശമരിയർ എന്ന് പറയുന്ന ആളുകളുടെ ചരിത്രത്തെ കുറിച്ച് നമ്മൾക്കൊരു ഏകദേശ രൂപം കിട്ടും. ഈ ചരിത്രം അറിയാവുന്നവർ ഈ 1000 എന്ന് പറഞ്ഞപ്പോ ഒരു സംശയം മനസ്സിൽ വന്നു കാണും. അത് ഞാൻ വ്യക്തമാക്കാം. ദൈവവചനം നിരോധിച്ച, ദൈവവചനം അനുവദിക്കാത്ത വിവാഹത്തിന്റെ പരിണിത ഫലമായി ഉണ്ടായതാണ്. ദൈവവചനം നിഷേധിക്കുന്ന വിവാഹത്തിന്റെ പരിണിത ഫലമായി ഉണ്ടായ ഒരു ജാതിയാണ് ശമര്യ ജാതി. മനസ്സിലാകുന്നോ? ഗൗരവമായിട്ട് ഓർക്കണം. ദൈവത്തിന്റെ വചനം അനുവദിക്കാത്ത വിവാഹ ജീവിതത്തിന്റെ അഥവാ വിവാഹത്തിന്റെ പരിണിത ഫലമായി ഉണ്ടായ ഒരു വിഭാഗമാണ് ശമരിയർ എന്ന് പറയുന്ന ഇവർക്ക് യഹൂദന്മാരുമായിട്ട് സമ്പർക്കമുണ്ടായിരുന്നില്ല. അത് നമുക്ക് തുടർന്ന് ചിന്തിക്കാവുന്നത്. എന്താണ് ദൈവവചനം അഥവാ ന്യായപ്രമാണം ഇവരോട് പറഞ്ഞത്, കൽപ്പിച്ചത്? നമ്മൾക്ക് ചില വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കേണ്ടി വരും. അത് നമ്മുടെ ഇന്നത്തെ പഠനം പ്രധാനമായിട്ട് ഈ വിഷയത്തിൽ ഊന്നിയായിരിക്കും. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് നോക്കിയാട്ട്. ദൈവം നീ ചെല്ലുന്ന ദേശത്തിലെ നിവാസികളോട് നീ ഒരു ഉടമ്പടി ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. അല്ലാഞ്ഞാൽ അത് നിന്റെ മധ്യേ ഒരു കണിയായിരിക്കും. നിങ്ങൾ അവരുടെ ബലിപീഠങ്ങളെ ഇടിച്ച് വിഗ്രഹങ്ങളെ തകർത്ത് അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളയണം. അന്യദൈവത്തെ നമസ്കരിക്കരുത്. യഹോവയുടെ നാമം തീഷ്ണൻ എന്നാകുന്നു. അവൻ തീഷ്ണതയുള്ള ദൈവം തന്നെ. ആ ദേശത്തിലെ നിവാസികളോട് ഉടമ്പടി ചെയ്യുകയും അവരുടെ ദേവന്മാരോട് അവർ പരസംഗം ചെയ്ത് അവരുടെ ദേവന്മാർക്ക് ബലി കഴിക്കുമ്പോൾ നിന്നെ വിളിക്കുകയും നീ ചെന്ന് അവരുടെ ബലികൾ തിന്നുകയും അവരുടെ പുത്രിമാരിൽ നിന്ന് നിന്റെ പുത്രന്മാർക്ക് ഭാര്യമാരെ എടുക്കുകയും അവരുടെ പുത്രിമാർ തങ്ങളുടെ ദേവന്മാരോട് പരസംഗം ചെയ്യുമ്പോൾ നിന്റെ പുത്രന്മാരെ കൊണ്ട് അവരുടെ ദേവന്മാരോട് പരസംഗം ചെയ്യിക്കുകയും ചെയ്യുവാൻ ഇടവരരുത്. ദേവന്മാരെ വാർത്തുണ്ടാക്കരുത്. കണ്ടോ?
പഴയ നിയമത്തിലെ ദൈവമെന്നും പുതിയ നിയമത്തിലെ ദൈവമെന്നും രണ്ട് ദൈവം ഇല്ലെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഉണ്ട് അല്ലെ? അപ്പോൾ ദൈവജനം പാലിക്കേണ്ട വിശുദ്ധിയുടെയും വേർപാടിന്റെയും പ്രമാണം ഇവിടെ നമ്മൾ വ്യക്തമായിട്ട് കാണുക. എന്താ കണ്ടത്? ഈ പറയുന്നത് എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടോ? എന്റെ കൂടെ ചിന്തിക്കണേ. എപ്പോഴാ ദൈവം ഇത് പറയുന്നത്? നീ ചെല്ലുന്ന ദേശം. ഇതാരോട് പറയുന്ന? മോശയോട്. ഇസ്രായേൽ ജനത്തോട് പറയാണ് മോശ മുഖാന്തരം. ഇവരിപ്പോ എവിടെയാ? ഇത് പറയുമ്പോൾ ഇവര് മരുഭൂമിയില. മിശ്രയും വിട്ടും മരുഭൂമിയിലെത്തിയ ജനത്തോട് ദൈവം പറയുകയാണ്, നിനക്ക് ലഭിക്കാൻ പോകുന്ന ഒരു അവകാശ ദേശമുണ്ട്. അവിടെ നീ ചെല്ലുമ്പോൾ, കേൾക്കണേ, അവിടെ നീ ചെല്ലുമ്പോൾ ആ ചെല്ലുന്ന ദേശത്തിലെ നിവാസികളോട് നീ ഒരു ഉടമ്പടി ചെയ്യാതിരിക്കുവാൻ കരുതിക്കൊള്ളുക. കേട്ടോ? അടുത്തത്, അല്ലാതിരുന്നാൽ അത് നിന്റെ മധ്യേ നിനക്കൊരു കെണിയായിരിക്കും. കെണി എന്ന് പറഞ്ഞാൽ എന്താ അറിയാമല്ലോ അല്ലേ? നടന്നു പോകുന്ന വഴിയിൽ ചതിക്കുഴികൾ ഉണ്ടാക്കി വെക്കുന്നതാണ് കെണി. പക്ഷിയെ പിടിക്കാൻ ഒരുക്കുന്നതാണ് കെണി. പ്രിയ ദൈവവൈതലേ, ഞാൻ വിനയത്തോടെ ഓർമ്മിപ്പിക്കട്ടെ, കുഞ്ഞാടിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട് കനാനിലേക്ക് യാത്ര ചെയ്യുന്ന ദൈവജനത്തോട് സ്വർഗത്തിലെ ദൈവം മോശ മുഖാന്തരം അരുളി ചെയ്യുകയാണ്, നീ ചെല്ലുന്ന ദേശത്തിലെ ജനത്തോട് നീ ഉടമ്പടി ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അവർ നിന്റെ മധ്യേ ഒരു കെണിയായിരിക്കും. അടുത്തു നോക്കിയേ, നിങ്ങൾ അവരുടെ ബലിപീഠങ്ങളെ ഇടിക്കണം. നിങ്ങൾ ആക്കുന്ന ആ ദേശത്ത്, കേട്ടോ, പിതാക്കന്മാരൊക്കെ ഉണ്ടാക്കിയതാണെന്നും പറഞ്ഞ്, ഇവരുടെ പിതാക്കന്മാരുണ്ടാക്കിയതല്ല, ജാതികൾ ഉണ്ടാക്കിയത്, അവരുണ്ടാക്കി വെച്ച് ആരാധിച്ചു വന്നിരുന്ന വിഗ്രഹങ്ങളെ, ബലിപീഠങ്ങളെ തകർത്ത് അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളയണം. ഇത് ദൈവത്തിന്റെ പ്രമാണമാണ്. അന്യ ദൈവത്തെ നമസ്കരിക്കരുത്, കേട്ടോ. യഹോവയുടെ നാമം തീഷ്ണൻ എന്നാകുന്നു. അവൻ തീഷ്ണതയുള്ള ദൈവം തന്നെ. സൂക്ഷിച്ചു വേണം ദൈവത്തോട് കളിക്കാൻ. ദഹിപ്പിക്കുന്ന അഗ്നിയാണ് ദൈവം. ദൈവത്തിന്റെ പ്രമാണത്തിൽ വെള്ളം ചേർക്കാൻ പാടില്ല. കാണുന്നതിനെയൊക്കെ തൊഴാനും കാണുന്നതിനെയൊക്കെ ആരാധിക്കാനും ദൈവമക്കൾക്ക് പ്രമാണമില്ല. സത്യദൈവം അല്ലാത്തതിനെ വെട്ടിക്കളയണം, തകർത്ത് കളയണം. എനിക്ക് വേറെ വചനങ്ങളുണ്ട്, ഞാൻ അവിടോട്ടൊന്നും പോകുന്നില്ല. യെഹെസ്കേലിന്റെ കാലത്ത് ഇതൊക്കെ എടുത്ത് പൊടിച്ച് പൊടിയാക്കി, തകർത്ത് പൊടിയാക്കിയിട്ട് കെദ്രോൻ തോട്ടിൽ കൊണ്ടുവന്ന് ഒഴുക്കിക്കളഞ്ഞ ചരിത്രമുണ്ട്, കേട്ടോ. ഇനി നമുക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത്, ആ ദേശത്തിലെ നിവാസികളോട് ഉടമ്പടി ചെയ്യുകയും അവരുടെ ദേവന്മാരോട് അവർ പരസംഗം ചെയ്ത് അവരുടെ ദേവന്മാർക്ക് ബലി കഴിക്കുമ്പോൾ നിന്നെ വിളിക്കുമ്പോ നീ ചെന്ന് അവരുടെ ബലികൾ തിന്നരുത്. ഇനിയും പ്രധാനപ്പെട്ട വിഷയം നോക്കിക്കേ. ഈ പറഞ്ഞൊക്കെ അപ്രധാനമെന്ന് വിചാരിക്കരുത്. തത്തുല്യമായ പ്രമാണം നോക്കിക്കേ. അവരുടെ പുത്രിമാരിൽ നിന്ന് നിന്റെ പുത്രന്മാർക്ക് ഭാര്യമാരെ എടുക്കുകയും അവരുടെ പുത്രിമാരിൽ നിന്ന് തങ്ങളുടെ ദേവന്മാരെ കൊണ്ട് അവരുടെ ദേവന്മാരോട് പരസംഗം ചെയ്യിക്കുകയും ചെയ്യുവാൻ ഇടവരരുത്.
ദേവന്മാരെ വാർത്തുണ്ടാക്കരുത്. ഞാനിപ്പം ആ ഭാഗം അവിടെ നിർത്തുക. എന്താ ഇവിടുത്തെ പ്രമാണം? ഒടുവിൽ പറഞ്ഞതെന്താ? നീ ആ ദേശത്ത് ചെല്ലുമ്പോൾ ആ ദേശവാസികളായിട്ടുള്ള സ്ത്രീകളിൽ നിന്ന്, അഥവാ അവരുടെ പുത്രിമാരിൽ നിന്ന് നിന്റെ പുത്രന്മാർക്ക് ഭാര്യമാരെ എടുക്കരുത്. കേൾക്കുന്നുണ്ടല്ലോ? ആരും ഇത് ഓഫ് ചെയ്ത് പോകരുത്. ഇത് കേൾക്കണം. ഇതാണ് വേർപാട്. അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഇതിനെയാണ് വാസ്തവത്തിൽ മിശ്ര വിവാഹം എന്ന് ഒരർത്ഥത്തിൽ പറയേണ്ടത്. ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ആ 16-ാം വാക്യത്തിൽ എന്താ സംഭവിക്കുന്ന അറിയാമോ? നിന്റെ പുത്രന്മാരെ കൊണ്ട് അവരുടെ അവരുടെ ദേവന്മാരോട് എന്ത് ചെയ്യും? പരസംഗം ചെയ്യും. നിന്റെ മക്കള് നഷ്ടപ്പെട്ടു പോകുമെന്ന്. കേട്ടോ? ഈ അടുത്ത സമയത്ത് CSI വിഭാഗത്തിൽപ്പെട്ട ഒരു ടീച്ചർ എന്നെ വിളിച്ചു. അവരുടെ സ്ഥലത്ത് പോയി ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്. ആ സ്ത്രീ വളരെ വേദനയോടെ പറയുകയാണ്, സാറേ എന്ത് ചെയ്യണമെന്നറിയില്ല, സാറ് പ്രാർത്ഥിക്കണേ. എന്താ? നമ്മുടെ കുഞ്ഞുങ്ങൾ ആകാത്ത വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് നിമിത്തമുണ്ടാകുന്ന ഏറ്റവും ദയനീയമായ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ നമ്മുടെ അടുത്ത തലമുറയെ കുറിച്ച് ഭാരമുള്ളവരായിരിക്കും. കേട്ടോ? സത്യം അറിഞ്ഞാൽ സത്യത്തിനനുസൃതമായി മുന്നോട്ട് പോകണം. പണവും പ്രതാപവും വിദ്യാഭ്യാസവും ജോലിയും സൗകര്യങ്ങളും ഒന്നും നോക്കിയല്ല വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടേണ്ടത്. ഞാൻ ഇനിയും ഓർമ്മിപ്പിക്കട്ടെ, ദൈവം മോശ മുഖാന്തരം ഇവർക്ക് കൊടുത്ത പ്രമാണമാണിത്. നീ ചെല്ലുന്ന ദേശത്ത് പാലിക്കേണ്ട വേർപാടിന്റെ പ്രമാണം. ഇനി നോക്കിയേ, ഈ ചെല്ലുന്ന ദേശത്തെ സംബന്ധിച്ച് കർത്താവ് വ്യക്തമായിട്ട് ഇവരോട് പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ആവർത്തന പുസ്തകം 7-ാം അധ്യായം, ആവർത്തന പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യം മുതൽ ഒന്ന്. നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്നെ കടത്തുകയും നിന്നേക്കാൾ പെരുപ്പവും വലുപ്പവുമുള്ള ജാതികളായ ഹിത്യർ, ഹിർഹേഷ്യർ, അമോര്യർ, കനാന്യർ, പെരിസ്യർ, ഹിവ്യർ, എബൂസർ എന്നീ 7 മഹാജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുകയും നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും നീ അവരെ തോൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരെ നിർമൂലമാക്കി കളയണം. അവരോട് ഉടമ്പടി ചെയ്യുകയോ കൃപ കാണിക്കുകയോ അരുത്. അവരുമായി വിവാഹബന്ധം ചെയ്യരുത്. നിന്റെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയോ അവരുടെ പുത്രിമാരെ നിന്റെ പുത്രന്മാർക്ക് എടുക്കുകയോ ചെയ്യരുത്. അന്യ ദൈവങ്ങളെ സേവിപ്പാൻ തക്കവണ്ണം അവർ നിന്റെ പുത്രന്മാരെ എന്നോട് അകറ്റിക്കളയും. യഹോവയുടെ കോപം നിങ്ങൾക്ക് വിരോധമായി ജ്വലിച്ച് നിങ്ങളെ വേഗത്തിൽ നശിപ്പിക്കും. ആകയാൽ നിങ്ങൾ അവരോട് ഇങ്ങനെ ചെയ്യണം: അവരുടെ ബലിപീഠങ്ങൾ ഇടിക്കണം, അവരുടെ ബിംബങ്ങൾ തകർക്കണം, അവരുടെ അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളയണം, അവരുടെ വിഗ്രഹങ്ങളെ തീയിലിട്ട് ചുട്ടുകളയണം. വായിച്ചാൽ മതിയല്ലേ? ഞാനിത് ആവർത്തിച്ച് പറയണോ? ഇവര് ചെല്ലുന്ന സ്ഥലത്ത് പ്രബലമായ 7 ജാതികളുണ്ടായിരുന്നു. നിങ്ങളതൊന്ന് അവിടെ പ്രത്യേകം 7 പറയുന്നുകൊണ്ട് അതൊന്ന് എണ്ണി നോക്കുകയും ചെയ്തോ. 7 ജാതികളെ എന്ത് ചെയ്യണമെന്നാ? നീക്കിക്കളയാൻ 2 വാക്കുകൾ അവിടെ ഉണ്ട്. 1 നീക്കിക്കളയണം, 2 നിർമൂലമാക്കണം. ഈ ഇസ്രായേൽ ജനത്തിന്റെ മിശ്രയീമിൽ നിന്ന്, ഈജിപ്തിൽ നിന്നുള്ള വിടുതലും മരുഭൂമി യാത്രയും കനാൻ അവകാശമാക്കുന്നതും ഒരു വലിയ പഠനമാണ്. പുതിയ നിയമ വെളിച്ചത്തിലെ ആത്മീക സത്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഒരു വലിയ പഠനമാണത്. പലരും വിചാരിച്ചിരിക്കുന്നത്, ഷൈജം ബ്രദറൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, പലരും വിചാരിച്ചിരിക്കുന്ന ഈ കനാൻ എന്ന് പറയുന്നത് സ്വർഗമാണെന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്.
മിശ്രയും ലോകമാണ്. പിന്നെ മരുഭൂമി ജീവിതം നമ്മുടെ ഇപ്പോഴത്തെ വിശ്വാസ ജീവിതമാണ്. കനാൻ അവകാശമാക്കുന്നത് സ്വർഗത്തിൽ ചെല്ലുന്നതാണ്. എന്റെ ദൈവമേ, അങ്ങനെ ഒന്നും വിചാരിക്കരുത്. കനാൻ എന്ന് പറയുന്നത് നമുക്ക് ഭാവിയിൽ ലഭിക്കുവാൻ പോകുന്ന സ്വർഗത്തിന്റെ അനുഭവമല്ല കേട്ടോ. ഇതൊക്കെ നമ്മുടെ റജീം മോഹൻ പാസ്റ്റർക്കും നമ്മുടെ ജിജി സഹോദരനും ഒക്കെ ഇതൊക്കെ വ്യക്തമായിട്ട് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്താ കാര്യം? ഇത് സ്വർഗമല്ല. കനാൻ സ്വർഗമല്ല. എന്തുകൊണ്ട് സ്വർഗമല്ല? ആ സ്വർഗത്തെ അല്ല കാണിക്കുന്നു. നോക്കിയേ, ആ 1-ാം വാക്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ? നിന്നേക്കാൾ പെരുപ്പവും ബലവുമുള്ള ജാതികളായ ഹിത്യർ, ഗിർഗസ്യർ, അമോരിയർ, കനാന്യർ, പെരീസിയർ, ഹിവ്യർ, യെബൂസിയർ എന്നീ 7 ജാതി. സ്വർഗത്തിൽ ഇവരുണ്ടോ? സ്വർഗത്തിൽ നമുക്ക് ശത്രുക്കളുണ്ടോ? ഉണ്ടോ? അപ്പൊ ഇത് സ്വർഗമാണോ? അല്ല. ഇത് സ്വർഗമാണെന്ന് പഠിപ്പിക്കുന്നത് അങ്ങേറ്റം വചനവിരുദ്ധമാണ്. അപ്പൊ കനാനിലെ ജീവിതം എന്ന് പറയുന്നത് ഇവിടെ വെച്ചൊരു വിശ്വാസി അനുഭവിക്കേണ്ടതാണ്. എങ്ങനെ അനുഭവിക്കണം? അവന്റെ വിശ്വാസ ജീവിതത്തെ തകർക്കുന്ന 7 ശത്രുക്കളെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 7 ജാതികൾ, 7 ശത്രുക്കളാണ്. ഇവരുടെ 7 പ്രധാനപ്പെട്ട സ്വഭാവങ്ങൾ ദൈവദാസന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ ഇവരെ കീഴ്പ്പെടുത്തണം. ഈ ശത്രുക്കളെ കീഴ്പ്പെടുത്തിയിട്ട് അവരെ നിർമൂലം ആക്കി, 2 വാക്കുകൾ ഞാൻ പറഞ്ഞല്ലോ, അവരെ നീക്കിക്കളഞ്ഞ് അവരെ നിർമൂലമാക്കുമ്പോൾ നമ്മൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന ആത്മീക സ്വസ്ഥതയാണ് കനാന്റെ അനുഭവം. മനസ്സിലായോ? അതാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ ലേഖനകാരൻ പറയുന്ന ശബത്ത് അനുഭവം, ആത്മീക സ്വസ്ഥത. ഇത് സ്വർഗത്തിൽ ചെന്ന് അനുഭവിക്കുന്നതല്ല, പിന്നെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിക്കുന്ന ആത്മീക സ്വസ്ഥതയാണ്. ഞാൻ ഒരു വചനം പറഞ്ഞു മുന്നോട്ട് പോകാം. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിൽ, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്, നമ്മളും ചിന്തിച്ചിട്ടുണ്ട്. വേറെ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത്. ഇപ്പൊ ഞാൻ പറയാം, 28-ാം വാക്യത്തിൽ ഒരു ആശ്വാസമുണ്ട്. അതെന്താ? എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. കർത്താവ് പറയാം എന്ന് പറഞ്ഞാൽ, കർത്താവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ആശ്വാസമാണ് 28-ാം വാക്യത്തിൽ പറയുന്ന ആശ്വാസം. അത് കർത്താവ് തരുന്ന ആശ്വാസം. മനസ്സിലാകുന്നോ? ഉരിയാച്ചമ്പ്രർക്ക് മനസ്സിലാകുന്നോ? അത് കർത്താവ് തരുന്ന ആശ്വാസം. എന്നാൽ 29-ാം വാക്യം നോക്കിയേ, അത് കർത്താവ് തരുന്ന ആശ്വാസം അല്ല, പിന്നെ നമ്മൾ കണ്ടെത്തുന്ന ആശ്വാസമാണ്. ആശ്വാസം എന്നുള്ള വാക്കിന്റെ പേരാണ് സ്വസ്ഥത, ശബത്ത്. ഇംഗ്ലീഷിൽ റെസ്റ്റ് എന്നുള്ള വാക്കാണ് കൊടുത്തിരിക്കുന്നത്, വിശ്രമം. നമ്മൾ കർത്താവ് തരുന്നതല്ല. 29-ാം വാക്യത്തിലെ അതെങ്ങനെയാണ് ഈ ആശ്വാസം കണ്ടെത്തുന്നത്? എങ്ങനെയാ? നമ്മളെ പ്രലോഭിപ്പിക്കുന്ന, നമ്മുടെ വിശ്വാസ ജീവിതത്തെ തകർക്കുന്ന ശത്രുക്കളെ നമ്മൾ കീഴ്പ്പെടുത്തി ജയിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൽ നമ്മൾ കണ്ടെത്തുന്ന, നമ്മൾ അനുഭവിക്കുന്ന ആശ്വാസമാണ്. സ്തോത്രം.
പെന്തക്കോസ്തിലെ പാസ്റ്റർമാര് പറയുന്ന ഒരു വാചകം ഞാൻ അങ്ങ് പറഞ്ഞോട്ടെ, മനസ്സിലായവർക്കായി ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. ഇത് സ്വർഗത്തിൽ ചെന്ന് അനുഭവിക്കുന്ന ആശ്വാസമല്ല. ഞാൻ പറയട്ടെ, നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ വിഗ്രഹങ്ങളോട് എതിർപ്പ് പ്രകടിപ്പിക്കുകയും നമ്മുടെ വിശ്വാസ ജീവിതത്തിനെതിരായി ഉയരുന്ന എല്ലാ കാര്യങ്ങളിലും ജയം നേടുകയും നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങളോട് ബന്ധപ്പെട്ടും നമ്മളോട് ബന്ധപ്പെട്ടും നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ പാലിച്ച് നമ്മൾക്ക് നേടാൻ കഴിയുന്ന, ശത്രുവിനെ തോൽപ്പിച്ച് നമ്മൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു വിജയമുണ്ട്. ആ വിജയത്തിന്റെ പേരാണ് സ്വസ്ഥത, ശബത്ത്, കനാന്റെ അനുഭവം എന്ന് പറയുന്നതാണ്. അപ്പോൾ ആവർത്തന പുസ്തകത്തിൽ നമ്മൾ കാണുകയാണ്, 3-ാം വാക്യം, അവരുമായി വിവാഹബന്ധം ചെയ്യരുത്, നിന്റെ പുത്രന്മാർക്ക് അവരുടെ പുത്രിമാരെ എടുക്കരുത്, നിന്റെ പുത്രിമാർക്ക് അവരുടെ പുത്രന്മാരെ എടുക്കരുത്. എന്താണ് അതിൻ്റെ അപകടം? അങ്ങനെ ചെയ്താൽ വരുന്ന അപകടം എന്താണ്? കേട്ടെ, അടുത്ത് പറയുന്നത് എന്താണെന്നറിയാമോ? അന്യ ദൈവങ്ങളെ സേവിക്കുവാൻ നിന്റെ മക്കളെ അവർ വശീകരിച്ചു കൊണ്ടുപോകും. മനസ്സിലായോ? ഇതാണ് അപകടം. ഇനി നമ്മൾക്ക് ഇനിയും ഒരല്പം കൂടെ മുന്നോട്ട് പോയി യോശുവയുടെ കാലത്തോട്ടും നമ്മൾക്ക് നമ്മുടെ പഠനം ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാം. യോശുവയുടെ പുസ്തകം 23-ാം അധ്യായം എടുത്താണ്. യോശുവയുടെ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 12-ഉം 13-ഉം വാക്യങ്ങൾ നോക്കുക. അല്ലാതെ നിങ്ങൾ വല്ല പ്രകാരവും പിന്തിരിഞ്ഞ് നിങ്ങളുടെ ഇടയിലുള്ള ഈ ശേഷം ജാതികളോട് ചേർന്ന് വിവാഹ സംബന്ധം ചെയ്യുകയും നിങ്ങൾ അവരോടും ഇവർ നിങ്ങളോടും ഇടകലരുകയും ചെയ്താൽ നിങ്ങളുടെ ദൈവമായ യഹോവ മേലാൽ ഈ ജാതികളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുകയില്ലെന്നും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്തു നിന്ന് നിങ്ങൾ നശിച്ചു പോകും വരെ അവർ നിങ്ങൾക്ക് കുടുക്കും കെണിയും വിലാപ്പുറത്ത് ചമ്മട്ടിയും കണ്ണിൽ മുള്ളും ആയിരിക്കുമെന്ന് അറിഞ്ഞുകൊള്ളി. ഇതിൽ കൂടുതൽ ശക്തമായ ഭാഷയിൽ ദൈവാത്മാവ് എങ്ങനെയാ പറയുന്നത്? ഇത് എവിടെ ചെന്നു? യോശുവയുടെ പുസ്തകം 23-ാം അധ്യായം ആയപ്പോഴത്തേക്ക് ചരിത്രം പുരോഗമിച്ച് എവിടെ എത്തി? ഇവർ കനാനിൽ എത്തിക്കഴിഞ്ഞിട്ട് ദൈവം യോശുവ മുഖാന്തരം അവരോട് അരുളി ചെയ്യുന്ന വചനമാണിത്. എന്താ? നിങ്ങൾ ശേഷം ജാതികളോട് ചേർന്ന് വിവാഹബന്ധം ചെയ്യുകയും നിങ്ങൾ അവരോടും അവർ നിങ്ങളോടും ഇടകലരുകയും ചെയ്താൽ നിങ്ങളുടെ ദൈവമായ യഹോവ മേലാൽ ഈ ജാതികളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയല. അവരെന്നും അവിടെ കാണും കേട്ടോ, നീക്കിക്കളയുകയില്ല. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്ത് നിന്ന് നിങ്ങൾ നശിച്ചു പോകുന്നിടം വരെ, നിങ്ങൾ ഇല്ലാതെയാകുന്നിടം വരെ അവർ നിങ്ങൾക്ക് കുടുക്കും കെണിയും വിലാപ്പുറത്ത് ചമ്മട്ടിയും കണ്ണിൽ മുള്ളുമായിരിക്കും. ഇത് ഈ കല്യാണം കഴിക്കാൻ പോകുന്ന പിള്ളേരെ എല്ലാം വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ദൈവവചനമാണ് കേട്ടോ. ഞാൻ പ്രത്യേകം പറയട്ടെ, ഇതൊക്കെ ഒരു രസത്തിനും തമാശയ്ക്കും തുടങ്ങുന്നതായിരിക്കുക, അല്ലെങ്കിൽ കാര്യമായിട്ട് തുടങ്ങുന്നതായിരിക്കുക. പക്ഷെ നശിച്ചു പോകുന്നത്, നഷ്ടപ്പെട്ടു പോകുന്നത് നിന്റെ ക്രിസ്തീയ ജീവിതമാണ്, വിശ്വാസ ജീവിതമാണ്. ഇവരെന്നും അവിടെ ഇതിൽ കൂടുതൽ ശക്തമായിട്ട് എങ്ങനെ പറയണമെന്ന
ഞാൻ ഓർക്കുന്ന ആ 13-ാം വാക്യത്തിൽ പറയുന്നത്, അവർ നിങ്ങൾക്ക് കുടുക്കായിരിക്കും, കെണിയായിരിക്കും, പിന്നെ പുറത്ത് ചമ്മട്ടിയും കണ്ണിൽ മുള്ളും ആയിരിക്കും. ദൈവമേ, എങ്ങനെയാ വിശദീകരിക്കാം? എത്ര കുടുംബങ്ങളിലാണ് ചില സഹോദരന്മാർ, ചില സഹോദരിമാർ ദൈവദാസന്മാരായ നമ്മളോട് കരഞ്ഞുകൊണ്ട് പറയുന്നത്, ഒരു വിശ്വാസ ജീവിതത്തിന് എനിക്ക് തടസ്സമായിരിക്കുന്നത് എൻ്റെ കുടുംബമാണ്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ വളരെ ലളിതമാണ്, ലഘുവാണ്. പക്ഷെ ഇതിന്റെ പരിണിതത്വം എന്ന് പറയുന്നത് ഗുരുതരമായിരിക്കും എന്നതിന് സംശയമില്ല. ദൈവം, ഞാൻ ചുരുക്കി പറയട്ടെ, നമ്മുടെ വാച്ചിലോട്ട് ഇപ്പോഴാണ് ഞാൻ നോക്കിയത്, സമയം ഏറെക്കുറെയൊക്കെ തീരാൻ പോവുകയാണ്. ദൈവം എന്തുകൊണ്ടാണ് ജാതികളോട് വിവാഹബന്ധം അനുവദിക്കാഞ്ഞത്? ഈ വായിച്ച ഭാഗങ്ങളെല്ലാം കൂടെ ചേർത്തൊന്ന് വിലയിരുത്തി പറയാമോ? അവിടെ ഉത്തരമുണ്ട്. എന്തുകൊണ്ട് വിജാതീയരുമായി ദൈവം വിവാഹബന്ധം അനുവദിച്ചില്ല? പല കുഞ്ഞുങ്ങളും വലിയ പുരോഗമനവാദികളാണ്. നമ്മുടെ ചെറുപ്പക്കാര്, യുവതികളും യുവാക്കന്മാരും നമ്മൾ വിചാരിക്കുന്ന പോലെ അവർ ഈ കുറുക്കുവഴികൾ കണ്ടെത്താനും അവരുടെ ആശയങ്ങൾ സ്ഥാപിക്കാനും എത്ര മിടുക്കരാന്നറിയാം. എന്നോട് ചോദിച്ചിട്ടുള്ള, ഞാനൊരു ദൈവസഭ ബന്ധത്തിൽ നിൽക്കുന്ന ഒരു ഉപദേഷ്ടാവാണല്ലോ, 400-ലധികം വിവാഹമൊക്കെ നടത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇതുപോലുള്ള ഒട്ടേറെ കാര്യങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എന്നോട് ചില കുഞ്ഞുങ്ങൾ ചോദിച്ചിട്ടുള്ള ചോദ്യം, അങ്ങളെ, നമ്മൾ അവരിൽ ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവരുമല്ലോ. ആ അതെ, താങ്ക് യു പാസ്റ്ററെ. കാര്യം കൃത്യം ഒരു വാക്ക്, ആത്മാക്കളെ നേടുമല്ലേ, അല്ലേ? സഹോദര സഹോദരി, കുഞ്ഞ്, നീ ഉദ്ദേശിക്കുന്നതല്ല നടക്കുന്നത്. അതിന് നേരെ വിരുദ്ധമായത് നടക്കും. അവരെ നിനക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുകയില്ല, കണ്ടോ? മറിച്ചേ സംഭവിക്കുള്ളൂ. എന്തുകൊണ്ടാ ദൈവം അനുവദിക്കാഞ്ഞത്? നിന്റെ പുത്രന്മാരെ, നിന്റെ പുത്രിമാരെ ജാതീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകും, വിഗ്രഹങ്ങളിലേക്ക് വശീകരിക്കും. നീ ദൈവത്തെ ആരാധിക്കുക, ആത്മാവിലും സത്യത്തിലും കാണാൻ കഴിയാത്ത, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ദൈവത്തെ വിശ്വാസത്താൽ ആത്മാവിൽ ആരാധിക്കേണ്ട നീ പോയി വിഗ്രഹത്തിന്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കേണ്ടി വരുന്ന ഗതികേടാണ് ഇവിടെ. നമ്മള് വിചാരിക്കുന്നതിന് നേരെ വിരുദ്ധമായ ഫലമാണ് ഉളവാക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം അത് അനുവദിക്കാതെ. നമുക്ക് നോക്കാം, വലിയ വലിയ ഭക്തന്മാര്, നമ്മളെക്കാളൊക്കെ വലിയ വലിയ ഭക്തന്മാർ, വിശ്വാസത്തിന് വലിയ തീഷ്ണതയുള്ളവർ, അവർക്ക് പറ്റിയ ദയനീയ അവസ്ഥ അറിയാമോ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാന് 2 ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാണ്. ഒന്ന്, ഇസ്രായേലിയൻ നായകന്മാരിൽ ഒരുവനായ ശിംശോൻ, ന്യായാധിപന്മാരിൽ ഒരുവനായിരുന്ന ശിംശോൻ. അവൻ ആരായിരുന്നു? ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. 13-ന്റെ 5, 7 വാക്യങ്ങളിലൊക്കെ അത് പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ജനനത്തെ കുറിച്ചൊക്കെ അതിനു മുമ്പ് അധ്യായങ്ങളിൽ പറയുന്നുണ്ട്. ഈ മനുഷ്യൻ അത്ഭുതകരമായ
ഒരു ജനനമായിരുന്നു തനിക്ക് ലഭിച്ചത്. ശിംശോന്റെ ജനനം അത്യത്ഭുതകരമായ, ദൈവം നേരിട്ടിടപെട്ട് നടന്ന ഒരു ജനനമാണ്. ഇനി അവന്റെ ജനനം മുതൽ അവൻ ആരായിരുന്നെന്നറിയാമോ? നാസീർ വ്രതക്കാരനായിരുന്നു. നാസറൈറ്റ് എന്നാണ് ഇംഗ്ലീഷ് കൊടുത്തത്. വ്രതസ്ഥനായിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തില് നമ്മള് കാണുന്നത് ഈ വ്രതസ്ഥനായ മനുഷ്യൻ 13-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നോക്കി. 13-ാം അധ്യായം. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുവിക്കരുത്. ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീരായിരിക്കും. ഗർഭം മുതൽ, പ്രസവിച്ച് കഴിഞ്ഞല്ല, ഗർഭം മുതൽ ദൈവത്തിന് നാസീറായിരിക്കും, വേർപാടുകാരനായിരിക്കും. നാസീർ വ്രതസ്ഥൻ എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാം നിയമങ്ങളും ഇതൊന്നും എടുക്കാൻ ഇപ്പൊ ഞാൻ പോകുന്നില്ല. അവൻ പാലിക്കേണ്ട ചില കാര്യം. ജനനം മുതൽ ക്ഷൗരക്കത്തി അവന്റെ തലയിൽ തൊടാൻ പാടില്ല, മുടി കത്തിരിക്കാൻ പാടില്ല, അവൻ വീഞ്ഞുപയോഗിക്കാൻ പാടില്ല. അവന്റെ ജീവിതത്തിൽ വിശുദ്ധിയും വേർപാടും പാലിക്കേണ്ടവന്. ഇവൻ എന്താ ചെയ്തത്? 16-ാം അധ്യായത്തിലേക്ക് വന്നേ. 16-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. 16. അതിന്റെ ശേഷം അവൻ സോർ താഴ്വരയിൽ ദലീല എന്ന പേരിൽ ഒരു സ്ത്രീയെ സ്നേഹിച്ചു. കണ്ടോ? കണ്ടോ? ഇവള് എവിടുത്തെ കാര്യാന്ന് നോക്കി. ഇവൾ ആരാള്? ഇവള് ഫെലിസ്തീയ അവരുമായി ഏത് ജാതിയുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെടരുത് എന്ന് ദൈവം കൽപ്പിച്ചുവോ ആ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയെ സ്നേഹിച്ചു. അവളുടെ അടുക്കൽ ചെന്നു. 20-ാം വാക്യം നോക്കിയേ. 16-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. ഫെലിസ്തർ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ ഉറക്കമുണർന്നു. യഹോവ തന്നെ വിട്ടു എന്നറിയാതെ ഞാൻ മുമ്പിലത്തെ പോലെ കുടഞ്ഞൊഴിഞ്ഞു കളയും എന്ന് വിചാരിച്ചു. കണ്ടോ ഷൈജൻ ബ്രദറെ? കണ്ടോ എന്താ സംഭവിച്ചത്? വേർപാടുകാരൻ, നാസിർ വ്രതസ്ഥൻ. എന്താ സംഭവിച്ചത്? യഹോവ അവനെ വിട്ടുപോയി. കണ്ടോ? ഈ ചരിത്രമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാനത് വിശദീകരിക്കാതെ പറഞ്ഞത്. ഇസ്രായേലിലെ കരുത്തനായ ഒരു ന്യായാധിപന്റെ കാര്യമാണ് നമ്മൾ ഇവിടെ ചിന്തിച്ചത്. 1000 വർഷം പുറകിലോട്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞതിന്റെ ആ ചരിത്രം ഇനി 2-ാമത്തെ കാര്യത്തിൽ വ്യക്തമാണ്. ഇസ്രായേലിലെ ജ്ഞാനികളിൽ ജ്ഞാനിയായ രാജാവ് ശലോമോൻ രാജാവ്. എന്താ സംഭവിച്ചത് നോക്കുക. 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ എന്തോ വായിച്ച. അനന്തരം ശലോമോൻ മിസ്രയീം രാജാവായ ഫറവോനോട് സംബന്ധം കൂടി. ഫറവോന്റെ മകളെ വിവാഹം ചെയ്തു. തന്റെ അരമനയും യഹോവയുടെ ആലയവും യെരൂശലേമിന് ചുറ്റും മതിലും പണിതു തീരുവോളം അവളെ ദാവീദിന്റെ നഗരത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു. എന്നെ എല്ലാവരും കാണുന്നുണ്ടോ? എന്തൊരു ഗതികേടാന്ന് ഓർത്തുപോയി. ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് അവൻ ചോദിച്ച വരം അവന് നൽകി. ചോദിച്ചത് മാത്രമല്ല, അവൻ ചോദിച്ചത് ജ്ഞാനമാണ്. അവൻ ചോദിക്കാത്തത് കൂടെ കൊടുത്ത് ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇരുത്തിയ ദൈവത്തോട് അവൻ എന്തുമാത്രം വിശ്വസ്തത കാണിക്കണമായിരുന്നു. അവൻ ചെയ്തതെന്താ? അവന്റെ പിതാക്കന്മാർ വിട്ടുപോരുന്ന മിസ്രയീമിലെ ഫറവോന്റെ പുത്രിമാരെ കണ്ടോ? അവരെയാണ് തന്റെ അരമനയിൽ കൊണ്ട് പാർപ്പിച്ചത്. ഇനി നോക്കുക, 2 ദിനവൃത്താന്തം 8-ന്റെ 11 നോക്കി. 2 ദിനവൃത്താന്തം 8-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം.
ശലോമോൻ ഫറവോന്റെ മകളെ ദാവീദിന്റെ നഗരത്തിൽ നിന്ന് താൻ അവൾക്ക് വേണ്ടി പണിത അരമനയിൽ കൊണ്ടുപോയി പാർപ്പിച്ചു. ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ അരമനയിൽ എന്റെ ഭാര്യയെ പാർക്കരുത്, യഹോവയുടെ പെട്ടകം അവിടെ വന്നിരിക്കിയാൽ അത് വിശുദ്ധമല്ലോ എന്ന് ഞാൻ പറഞ്ഞു. എന്തായാലും ഇത്തിരി ബോധമുണ്ട് കേട്ടോ. അപ്പന്റെ അരമനയിൽ പാർപ്പിച്ചില്ല. എന്റെ പ്രിയമുള്ളവരെ, എന്തോ ഒരു ഗതികേടാണ് ഈ മനുഷ്യന് സംഭവിച്ചത്. ആവർത്തനം 17-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ, ആവർത്തന പുസ്തകം 17:17 ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കണേ. ഇസ്രായേലിൽ രാജാക്കന്മാരുണ്ടാകുമ്പോൾ അവർ പാലിക്കേണ്ട രാജധർമ്മം പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ് ആവർത്തന പുസ്തകം 17-ാം അധ്യായം. ആ 17-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം നോക്കിയേ. അവിടെ ഒരു പ്രമാണം 17:17, അവന്റെ ഹൃദയം മറിഞ്ഞു പോകാതിരിക്കാൻ അനേകം ഭാര്യമാരെ അവൻ എടുക്കരുത്. ഇസ്രായേലിൽ രാജാവ് ഉണ്ടാകുമ്പോൾ, ആ ഭാഗം നമുക്ക് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് വായിച്ചാൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യം ദൈവം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരെന്നെ രാജാവായിട്ട് വേണ്ട എന്ന് വെക്കുകയും നിന്നോട് രാജാക്കന്മാരെ ചോദിക്കുകയും ചെയ്യുമ്പോൾ നീ അവർക്ക് രാജാക്കന്മാരെ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം ആരംഭിക്കുന്നത്. അവിടെ ആ ഭാഗത്ത് വിവാഹ ജീവിതത്തോട് ബന്ധപ്പെടുത്തി പറയുന്ന രാജധർമ്മമാണ് 17-ാം വാക്യം. എന്താ? അവന്റെ ഹൃദയം മറിഞ്ഞു പോകാതിരിക്കുവാൻ അനേകം ഭാര്യമാരെ എടുക്കരുത്, വെള്ളിയും പൊന്നും അധികമായി സമ്പാദിക്കരുത്. കേട്ടോ? എന്റെ കർത്താവേ, അങ്ങേക്ക് സ്തോത്രം. രാജാക്കന്മാർ പാലിക്കേണ്ട, ന്യായാധിപന്മാർ പാലിക്കേണ്ട, നാസിർ വൃതസ്ഥൻ പാലിക്കേണ്ട, ഒരു പുരോഹിതൻ പാലിക്കേണ്ട, മഹാപുരോഹിതൻ പാലിക്കേണ്ട, ഒരു വിശ്വാസി പാലിക്കേണ്ട, ഒരു സഭയെ നടത്തുന്ന ഇടയന്മാർ പാലിക്കേണ്ട, ശുശ്രൂഷകന്മാർ പാലിക്കേണ്ട ധർമ്മങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്ന പുസ്തകമാണിത്. ഈ വ്യവസ്ഥ വിട്ടു പെരുമാറും. ഒരു രാജാവ്, ഇസ്രായേലിന്റെ ഒരു രാജാവ് അനേകം ഭാര്യമാരെ എടുക്കരുത്. എന്താ സംഭവിച്ചത് നോക്കാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11-ാം അധ്യായം, 1 രാജാക്കന്മാർ 11-ാം അധ്യായം. ഇത് എൻ്റെ ഒരു പ്രധാന പഠന വിഷയമാവുകയും ഞാൻ അത് നമ്മുടെ ധ്യാനകുസുമങ്ങളിൽ ഞാൻ ഒരു ജ്ഞാനിയുടെ പതനം എന്ന ടൈറ്റിലിൽ ഞാൻ ഒരു ധ്യാനം എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഒരു ജ്ഞാനിയുടെ പതനം എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. 11-ാം അധ്യായം 1 രാജാക്കന്മാർ 11-ന്റെ 1-ാം വാക്യം മുതൽ 3-ാം വാക്യം വരെ ഒന്ന് നോക്കി. ശലോമോൻ രാജാവ് ഫറവോന്റെ മകളെ കൂടാതെ മോവാബ്യർ, അമ്മോന്യർ, ഏദോമ്യർ, സീദോന്യർ, ഹിത്യർ എന്നിങ്ങനെ അന്യജാതിക്കാരത്തികളായ അനേകം സ്ത്രീകളെ സ്നേഹിച്ചു. ഒന്ന് നിർത്തിയൊരു പാസ്റ്റർ, ഞാൻ ഒന്ന് ശ്വാസം വിട്ടോട്ടെ. കണ്ടോ എത്ര ജാതിയുടെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടോ നോക്കി. മോവാബ്യർ, അമ്മോന്യർ, ഏദോമ്യർ, സീദോന്യർ, ഹിത്യർ. ദൈവമേ, ദൈവം പേരെടുത്തു പറഞ്ഞ ജാതികളിൽ നിന്ന് രണ്ടാം വാക്യത്തിൽ നിങ്ങൾക്ക് അവരോട് കൂടിക്കലർച്ചയരുത്, അവർക്ക് നിങ്ങളോടും കൂടിക്കലർച്ചയരുത്, അവർ നിങ്ങളുടെ ഹൃദയത്തെ വശീകരിച്ച് കളയും എന്ന് യഹോവ ഇസ്രായേൽ മക്കളോട് അരുളി ചെയ്ത അന്യജാതികളിൽ നിന്ന് ഉള്ളവരെ തന്നെ അവരോട് ശലോമോൻ സ്നേഹത്താൽ പറ്റിച്ചേർന്നു. ഞാൻ വായിക്കാതിരുന്നത് ആരെങ്കിലും ഒക്കെ പറയട്ടെന്ന് വിചാരിച്ചു. എന്താ സംഭവിച്ചത്?
മൂന്നാം വാക്യം. അവന് എത്ര? 1 2 700 പുലീന പത്നികളും 300 വെപ്പാട്ടുകളും ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ വശീകരിച്ചു. നശിക്കാൻ വേറെ മാർഗമുണ്ട്. ഇസ്രായേലിലെ ജ്ഞാനികളുടെ ജ്ഞാനി എന്നറിയപ്പെടുന്ന പലരും ഈ പ്രമാണമൊക്കെ എടുത്തു വെച്ചാണ് അവരുടെ ജീവിതത്തെ ന്യായീകരിക്കുന്നത്. ഇത്രയും വലിയ ജ്ഞാനിക്ക് ഇതൊക്കെ ആകാമെങ്കിൽ പിന്നെ നമുക്കായിക്കൂടെ? വേദപുസ്തകം നിനക്ക് എനിക്ക് തന്നിരിക്കുന്നത് ഇതിലെ സംഭവങ്ങൾ വെച്ച് നിന്റെ ജീവിതത്തിന് ഊന്നുവടി കണ്ടെത്താനല്ല. തീഷ്ണനാണ് ഈ ദൈവം. എന്താ സംഭവിച്ചത്? ഞാനിത് നമ്മുടെ പഠനത്തോട് ബന്ധപ്പെടുത്തി ഇത് പറഞ്ഞ എന്തിന്? പലരും ചിന്തിച്ചാണ് ഈ സാറിന് എന്തോ പറ്റി, ഇന്ന് ഈ വിഷയവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലല്ലോ എന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇയാളുടെ കാലം കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഈ സ്ത്രീകൾ അവനെ വശീകരിച്ചു. 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചോളുക. അവനെ വശീകരിച്ച് ഈ സ്ത്രീകളുടെ കൂടെ അവൻ വിഗ്രഹങ്ങളെ സേവിക്കാൻ പോയി. അവർക്ക് ക്ഷേത്രങ്ങൾ പണിതു കൊടുത്തു. അവരാരാധിക്കുന്ന ദൈവങ്ങളെ ഇയാൾ ഉണ്ടാക്കി കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും അധപ്പതിച്ച ഒരു രാജാവ് ഇസ്രായേലിലെ ചരിത്രത്തിൽ വേറെ ഉണ്ടോ? നമ്മൾ ഇതിനെ ഒന്ന് ലഘൂകരിച്ച് കാണും. ഇവിടെ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഇയാൾക്ക് ശേഷം സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ ന്യായം. എന്താ? രാജ്യം 2 വെട്ടിമുറിക്കപ്പെട്ടു. ഒന്ന്, രഹബയാമിന്റെ നേതൃത്വത്തിൽ 2.5 ഗോത്രം. യെരോബയാം എന്നു പേരുള്ള ആ ദാസന്റെ അവന്റെ നേതൃത്വത്തിൽ 10 ഗോത്രങ്ങൾ. ഇസ്രായേലിലെ ചരിത്രത്തിന്റെ പിളർപ്പ് സംഭവിക്കുന്നത് അവിടെയാണ്. രാജ്യം 2 വിഭജിക്കപ്പെട്ടു. ഇതിൽ ഇനിയുമാണ് യോഹന്നാൻ 4-ന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ വരുന്നത്. ഇങ്ങനെ 250 വർഷങ്ങൾക്ക് ശേഷം ആർക്ക്? ശലോമോന്റെ കാലത്ത് ഈ പിളർപ്പുണ്ടായി. 250 വർഷത്തിന് ശേഷം ദൈവം ഈ വടക്കേ ഗോത്രങ്ങളിൽ 10 എണ്ണത്തിന് ഇസ്രായേലിനെ 10 ഗോത്രങ്ങളെ 10 ഗോത്രങ്ങൾ ഉൾപ്പെടുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ആ രാജ്യത്തെ, ഇസ്രായേൽ എന്നാണ് അവരറിയപ്പെടുന്നത്. മറ്റവരെ അറിയപ്പെട്ടത് യഹൂദ്യ. അങ്ങനെയാണ് ഇസ്രായേൽ രാജാക്കന്മാരെന്നും യഹൂദ രാജാക്കന്മാരെന്നും രാജാക്കന്മാരുടെ ചരിത്രം 2 വിഭജിക്കപ്പെട്ടു. അങ്ങനെ 2 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൽ ദൈവം ഇസ്രായേലിനെ അശ്ശൂരിലേക്ക് 17-ാം അധ്യായത്തിന്റെ 1 മുതൽ 23 വരെയുള്ള വാക്യം. 17-ാം അധ്യായം മുഴുവനും അതാണ് വിഷയം. എന്തു സംഭവിച്ചു? അശ്ശൂരിലേക്ക് ദൈവം ഇവരെ പ്രവാസികളായി അയച്ചു. ശൽമനേസർ എന്ന അസിറിയൻ രാജാവ്, സൽമനേസർ എന്ന അശ്ശൂരിയൻ രാജാവ് തന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം
ഈ പ്രദേശത്തിലേക്ക് അഥവാ ശമരിയിലേക്ക് അശൂര്യരായിട്ടുള്ള ഇതര ജാതികളെ കൊണ്ട് പാർപ്പിച്ചു. പാർപ്പിക്കുക മാത്രമല്ല, അവരുടെ വർഗത്തിൽ നിന്ന് തന്നെ പുരോഹിതനെ നിയമിച്ചു. അസിറിയൻ വർഗത്തിൽ നിന്നല്ല, അശൂരിൽ നിന്നല്ല, ഈ ഇസ്രായേല്യരുടെ പുരോഹിതന്മാരെ തന്നെ നിയമിച്ച് ഈ ജനത്തെ അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാനുള്ള സാഹചര്യമുണ്ടായി. ഇസ്രായേല്യരും കേട്ടോ അശൂര്യരും ചേർന്നുണ്ടായ സങ്കര ജാതിയാണ് ശമര്യ ജാതി എന്ന് പറയുന്നത്. മനസ്സിലായോ? ജാതികളോടിട കലരുത് എന്ന് ദൈവം പഠിപ്പിച്ച പ്രമാണത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചതിൻ്റെ പരിണിത ഫലമായി ഉണ്ടായ ഒരു ജാതിയാണ് ശമര്യം. അവർ യഹൂദരാണോ? ഒരർത്ഥത്തിൽ യഹൂദരെന്ന് ആ വാക്ക് വിടുക. ഇസ്രായേല്യരാണോ? ആണ്. ഇനിയും അശൂര്യരാണോ? ആണ്. അല്ലയോ? അല്ല. മനസ്സിലായോ? സങ്കര ജാതി. ഞാനിപ്പോ ഇവിടെ നിർത്തുകയാണ്. ദൈവം എന്ന് വെച്ചാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പൊ മനസ്സിലായല്ലോ? യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ ചരിത്ര പശ്ചാത്തലം, ഈ വിഭാഗം എങ്ങനെ ഉണ്ടായി എന്നുള്ള ചരിത്ര പശ്ചാത്തലം ഏറെക്കുറെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുക. ഞാൻ എളിമയോടൊരു സത്യം പറയുമ്പോൾ ആരും പണം കയറുന്ന എനിക്കറിയാം. കാര്യം നിങ്ങളുടെ എല്ലാവരുടെയും തമ്പാൻ സാറാണ് ഞാൻ. നിങ്ങളെല്ലാവരും എന്നെ വളരെ സ്നേഹിക്കുന്നു. അതുപോലെ എനിക്ക് നന്നായിട്ടറിയാം വചനത്തെ. ഇന്നത്തെ ക്രൈസ്തവ സമൂഹം എന്താണ്? ക്രിസ്ത്യാനികളാണോ? ആണ് അല്ലേ? ജാതികളാണോ? തലയെങ്കിലും ഒന്നാണ്. ആണ്. എന്നിട്ട് വലിയ പത്രാസാണ്, വാഴിക്കല് നടക്കുകയാണ്. ഞാൻ നോക്കിയപ്പോ കുറെ പേര് കസേരയില് ഒരാളെ എഴുത്തിയിട്ട് ഇങ്ങനെ പൊക്കുകയും താക്കുകയും ചെയ്യും. ഇത് എവിടാ പ്രിയപ്പെട്ടവർ ഈ പുസ്തകത്തിൽ പറഞ്ഞു? സ്തോത്രം. സ്ഥാനാരോഹണം. ജാതികളോട് ഇടകലർന്ന ക്രിസ്ത്യാനികൾ. ഇവർ കൊടുക്കാൻ പോകുന്ന വില ചെറുതായിരിക്കില്ല. ഒരെണ്ണം സ്വർഗത്തിലെത്തുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ദൈവവചനത്തിലെ സത്യങ്ങളെ വ്യതിചലിപ്പിച്ച എന്റെ മേച്ചൽപ്പുറത്തെ ഈ ആടുകളെ വഴിതെറ്റിച്ച ഇടയന്മാരെ നിങ്ങൾ കയ്യോ കഷ്ടം. ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമായിരിക്കും. കേട്ടോ? സത്യ ആരാധനക്കാരും സത്യ ആരാധനയും ഏതാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. സത്യവെള്ളം കുടിച്ചവർ ജീവിതത്തിൽ പാലിക്കേണ്ട സത്യങ്ങൾ അത്രയ്ക്ക് ഗൗരവമായി ഇസ്രായേലിലെ ചരിത്രത്തെ വെച്ച് ശമര്യ ജാതിയുടെ ഉത്ഭവത്തെ വെച്ച് വ്യക്തമാക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. സത്യത്തിന് കീഴടങ്ങാം. ദൈവവചനത്തിന് നമ്മൾക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ.